ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. ഇതിൽ കുറച്ച് സ്റ്റഡീസ് റിലേറ്റഡും പിന്നെ ഞാൻ സിസ്റ്റർ ഇൻ ലോൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ രാവിലെ തന്നെ എണീറ്റിട്ട് കുറച്ച് നേരം പഠിക്കാനിരിക്കാൻ വിചാരിച്ചു. ഫസ്റ്റ് ചായ കുടിച്ചിട്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി എന്താ പഠിക്കാനുള്ളത്, ഖത്തർ പ്രോമെട്രിക് എക്സാം കഴിഞ്ഞല്ലോ എന്ന്. ഖത്തർ പ്രോമെട്രിക് കഴിഞ്ഞു. ഞാനൊരു PSCക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 പറഞ്ഞിട്ട്. അത് ഫെബ്രുവരി 12 കേട്ടോ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു 2 days മുമ്പൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണിത്. PSCക്കായിട്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. കാരണം ഇപ്പോൾ അടുത്താണ് ഖത്തർ പ്രോമെട്രിക് കഴിഞ്ഞത്. പിന്നെ കുറേ തിരക്കുകളും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ അധികമൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. പിന്നെ മെയിനായിട്ട് നോക്കിയത് യൂട്യൂബ് ചാനൽസാണ്. യൂട്യൂബ് ചാനൽസിലൊക്കെ ഇങ്ങനെ പ്രീവിയസ് ഇയർ വന്ന ക്വസ്റ്റ്യൻസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഞാൻ എഴുതുന്ന ഫസ്റ്റ് PSC എക്സാമാണ്. അപ്പോൾ എങ്ങനെയാണ് PSC എക്സാം അങ്ങനെയൊക്കെ അറിയാനാണ് കൂടുതലായിട്ട് ഞാൻ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഇനി കൂടുതലായിട്ട് പഠിക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട്. നമ്മൾ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 PSC എക്സാം അങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്താൽ കുറേ വീഡിയോസ് കിട്ടും. അതിൽ കുറച്ച് വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എങ്ങനെയാണ്, പിന്നെ 4 ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ 4 ഓപ്ഷനെ കുറിച്ചും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 4 ക്വസ്റ്റ്യനുള്ള ആൻസർ പഠിക്കാൻ പറ്റും. അങ്ങനെയാണ് പല വീഡിയോസും ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. പിന്നെ പ്രോമെട്രിക്കിൻ്റെ എക്സാം നോക്കുമ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നൊക്കെ ഉണ്ട്. അതിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവും. അപ്പോൾ ചില ക്വസ്റ്റ്യനൊക്കെ 1-2 വട്ടമൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും വായിക്കേണ്ടി വരും മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇത് കൂടുതലായിട്ടും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസൊക്കെയാണ്. അപ്പോൾ അധികം ടൈം ഒന്നും വേണ്ടി വരില്ല നമുക്ക് ആൻസർ നമുക്ക് അറിയോ അറിയില്ലേ നമുക്കത് മാർക്ക് ചെയ്യാനൊക്കെ. പിന്നെ PSCക്ക് പോകുമ്പോൾ കൂടുതലായിട്ടും എല്ലാവരും പറയാറുള്ളത് ഷെഡ്യൂൾസ് എല്ലാതും എന്തായാലും അറിഞ്ഞിരിക്കണം, അതൊന്ന് നോക്കിയിട്ട് പോകണം. ഷെഡ്യൂൾസ് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഷെഡ്യൂൾസ്, പിന്നെ ചില ഇയേഴ്സൊക്കെ ഉണ്ടാവില്ലേ, മാജിക് റെമഡി ആക്ട്, പിന്നെ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്, അതൊക്കെ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്നൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ കൂടുതലായിട്ടൊന്നും നോക്കാനുള്ളൊരു സാവകാശം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ PSCൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന ഒട്ടുമിക്ക പേരും BPharm റിലേറ്റഡോ അല്ലെങ്കിൽ DPharm അങ്ങനത്തെ കോഴ്സ് കഴിഞ്ഞവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ചിലപ്പോൾ ഒരു മോട്ടിവേഷൻ ആയാലോ, ചിലപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യാനൊക്കെ പറ്റുമ്പോൾ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ PSCക്ക് പോണ ദിവസത്തെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കാണിക്കാം. ഇപ്പം ഞാൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ലാസ്റ്റ് രാത്രി നോക്കാം, പോകുന്നതിന് തലേദിവസം രാത്രി നോക്കാം വിചാരിച്ചിട്ട് അങ്ങനത്തെ കുറച്ച് പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് എക്സാം ആണെങ്കിലും ഒരു ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിടുന്നത് നല്ലതായിരിക്കും. നമ്മൾ ആ എക്സാമിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സാം എഴുതി എക്സ്പീരിയൻസ് ആവുന്നതും നല്ലതായിരിക്കും. ഇപ്പോൾ PSC തന്നെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ OMR ഷീറ്റൊക്കെ കണ്ടിട്ട് കുറച്ച് കാലമായിട്ടുണ്ട്. എൻട്രൻസ് ടൈമിലൊക്കെയാണ് ഇത് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് ഒരു OMR ഒക്കെ ആയിട്ട് അങ്ങനെ എക്സാമിനൊക്കെ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ അങ്ങനെയൊക്കെ എക്സാമൊക്കെ എഴുതുമ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് എക്സാമിനോടും ഉള്ള സമീപനം, പിന്നെ എക്സാം ഫിയറൊക്കെ ഉള്ളവർക്ക് അത് മാറാനും ഒക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും എക്സാംസ് വരുമ്പോൾ എല്ലാതും അറ്റൻഡ് ചെയ്യുന്നതൊക്കെ. അങ്ങനെ രാവിലത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾക്ക് ഒന്ന് സിസ്റ്റർ ഇൻ ലോൻ്റെ വീട്ടിൽ പോകാനുണ്ട്. അപ്പോൾ പഠിത്തമൊക്കെ രാവിലെ കുറച്ച് നേരം പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മാറ്റി റെഡി ആയിട്ടും അവിടെ നിന്ന് നിൽക്കാൻ പോവാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ കൂടാൻ പോവാൻ നിങ്ങളെങ്ങനെ പറയാൻ എനിക്കറിയില്ല, വിരുന്ന് പോകാമെന്നൊക്കെ പറയില്ലേ, അങ്ങനെ.
ഒരു ദിവസത്തിന് പോവുകയാണെങ്കിൽ ഞങ്ങൾ ടൂർ പോകുന്നത് പോലെ എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളൊരു 11 o'clock ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇടയ്ക്കൊരു ബേക്കറിയിലൊക്കെ കയറിയിട്ട് കുട്ടികൾക്ക് ബേക്കറിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറിയതായിരുന്നു. ഞങ്ങൾ കറക്റ്റ് ഫുഡ് കഴിക്കാനുള്ള സമയമായപ്പോഴാണ് അവിടെ എത്തിയത്. അപ്പോൾ അവിടെ അവർ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തലേ ദിവസമേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾ വീഡിയോ എടുക്കണം, ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങൾ എന്തായാലും വീഡിയോ എടുക്കണം എന്നൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും വീഡിയോ എടുത്തതാണ്. പിന്നെ പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളത് സാധിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അവർ തന്നെയാണ് വിളമ്പി തരുന്നത് എല്ലാ ഐറ്റംസും. ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല. ചിലതിൻ്റെയൊക്കെ അവിയൽ അങ്ങനത്തെ മെയിൻ സംഭവങ്ങളുടെ പേര് മാത്രമേ എനിക്കറിയുള്ളൂ. പിന്നെ ഉച്ചക്കത്തെ ലാവിഷായ ഫുഡ് അടിക്കൊക്കെ ശേഷം ഇടയ്ക്കൊരു ക്യാൻഡിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വെറുതെ അത് കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. പിന്നെ ഞങ്ങൾ ഈവനിങ് ഒന്ന് നടക്കാൻ പോകാൻ വിചാരിച്ചു. ഇവിടെ അടുത്ത് കുളമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ കൊണ്ടുപോകുന്നതാണ്. കുളമുണ്ട്, പുഴ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ വെയിലൊക്കെ അറിയപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കാൻ പോവാണ്. പിന്നെ ഞാനിവിടെ നിന്ന് അങ്ങനെ അധികം വന്നിട്ടൊന്നുമില്ല. കുളം എന്നൊക്കെ പറഞ്ഞ് നല്ല ഹൈപ്പൊക്കെ തന്ന് കൊണ്ടുപോയതാണ്. പക്ഷെ കുളം കണ്ടില്ലേ, ഇത് ആകെ നാശമായിട്ടിരിക്കുന്ന പോലെയാണ്. ഫുള്ള് കച്ചറയും അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക്സും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുളമൊക്കെ ഉണ്ട്. അടുത്തത് പുഴ കാണാൻ പോകാറിഞ്ഞിട്ടാണ് കുറേ നടന്നിട്ടുണ്ട്. അന്നത്തെ ഈവനിങ് ഞങ്ങൾ രാത്രി ആയപ്പോഴാണ് വീട്ടിലെത്തുന്നത്. അത്രത്തോളം നടന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ദൂരെ തോന്നുന്നുള്ളൂ, കാരണം അത്ര ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പുഴയിലധികം വെള്ളമൊന്നുമില്ലായിരുന്നു. എനിക്ക് പൊതുവേ വെള്ളം കാണുന്നതൊക്കെ നല്ല ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ പുഴയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുഴയിലൊക്കെ ഇറങ്ങി പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്തായാലും നമ്മളൊരു വഴിക്ക് വന്നതാണല്ലോ, അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കണമല്ലോ. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഫ്രൂട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രൂട്ടിയൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റി പിന്നെ നടന്നു. ഇത് പലയമാട് സ്കൂളാണ്. അപ്പോൾ ഇവരെ സ്കൂളാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കാൻ കൊണ്ടുവന്നതാണ്. അങ്ങനെ സ്കൂളൊക്കെ കണ്ടു. അങ്ങനെ ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. ഇടയ്ക്ക് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ബ്രദർ ഇൻ ലോൻ്റെ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുള്ള് ഫുഡ് തന്നെയായിരുന്നു. പിന്നെ ഒരു കോക്ടെയിലൊക്കെ കുടിച്ച് വീട്ടിലെത്തിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.